4000 വർഷം പഴക്കമുള്ള വെങ്കല സുന്ദരി, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കത്തിന് കാരണമായ ഡാൻസിംഗ് ഗേൾ ശില്പത്തിന്റെ കഥ. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഏറ്റവും പ്രശസ്തമായ അടയാളങ്ങളിൽ ഒന്നായ ഡാൻസിംഗ് ഗേൾ എന്ന വെങ്കല ശില്പത്തിന്റെ പരിഷ്കരിച്ച ചിത്രം നഗ്നത മറിച്ച് NCERT 9ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 9ാം ക്ലാസ്സിൽ ഈ അധ്യയന വർഷം ആരംഭിച്ച കലാപഠനത്തിനു വേണ്ടി തയ്യാറാക്കിയ മധുരിമ പുസ്തകത്തിലെ കലകളുടെ ചരിത്രം എന്ന ആദ്യ അധ്യായത്തിലാണ് കറുത്ത നിറം ഉപയോഗിച്ച് ഉടൽ മറച്ച രീതിയിൽ ചിത്രം ഉൾപ്പെടുത്തിയത്. എന്നാൽ ശില്പത്തിന്റെ ചിത്രം പാഠപുസ്തകത്തിൽ വികലമാക്കിയതിനെതിരെ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് NCERT തിരുത്തൽ നടപടികളും സ്വീകരിച്ചു. ഇത് വിവാദമായതോടെ യഥാർത്ഥ ചിത്രം തന്നെ ഉൾപ്പെടുത്തി പാഠപുസ്തകം പുനഃപ്രസിദ്ധീകരിക്കുമെന്നും NCERT ഡയറക്ടർ ദിനേശ് ശക്ലാനി വ്യക്തമാക്കി. പാഠപുസ്തകത്തിൽ ഈ ചരിത്ര ശില്പത്തിന് വസ്ത്രം ധരിപ്പിച്ച രീതിയിലുള്ള ചിത്രമാണ് നൽകിയിരുന്നത്. ശില്പത്തിന്റെ നഗ്നമായ മുകൾ ഭാഗം കറുത്ത ഷെയ്ഡിങ്ങുകൾ നൽകി മറയ്ക്കുകയും ഇതിലൂടെ ചരിത്രപ്രധാനമായ പല ശാരീരിക രൂപഭംഗികളും വികലമാക്കപ്പെടുകയും ചെയ്തു. ഇതിനെതിരെ ചരിത്രകാരന്മാരും അധ്യാപകരും രംഗത്തെത്തി. എന്നാൽ ഇതേ NCERTയുടെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിൽ ഈ ശില്പം അതിന്റെ യഥാർത്ഥ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത് എന്നത് പൊരുത്തക്കേടുകളുടെ ആഴവും കൂട്ടി. 6ാം ക്ലാസ്സിലെ പാഠപുസ്തക സമിതി അധ്യക്ഷൻ മിഷേൽ ഡാനിനോ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ നഗ്നശില്പത്തിന്റെ ചിത്രം അനുയോജ്യമല്ല എന്ന വിക്ടോറിയൻ കാലഘട്ടത്തിലെ സദാചാരബോധമാണ് അധികൃതർ മുന്നോട്ട് വെച്ചതെന്നും, എന്നാൽ അധ്യാപകരോട് ചോദിച്ചപ്പോൾ ആർക്കും ഇതിലൊരു പ്രശ്നവും തോന്നിയിട്ടില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. BC 2600 നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഈ വെങ്കല ശില്പം പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് തുടങ്ങിയ ഇടങ്ങളിൽ നിലവിലുള്ള ലോസ്റ്റ് വാക്സ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു കൈ ഇടുപ്പിൽ കുത്തി തല അല്പം ഉയർത്തി നിൽക്കുന്ന ഈ നർത്തകിയുടെ ചിത്രം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അടയാളമാണ്. ചരിത്രത്തെ സദാചാര കണ്ണടയിലൂടെ കണ്ടു മാറ്റി എഴുതാനുള്ള ശ്രമങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി ഉയർന്ന അമർഷമാണിപ്പോൾ NCERTയെ കൊണ്ട് ഈ തീരുമാനം മാറ്റിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഈ ഡാൻസിംഗ് ഗേൾ? സിന്ധു നദീതട നാഗരികതയുടെ ഭാഗമായി മോഹൻജദാരോയിൽ നിന്നും കണ്ടെടുത്ത ഏകദേശം 4500 വർഷം പഴക്കമുള്ള ലോക പ്രശസ്തമായ ഒരു വെങ്കല ശില്പമാണ് ഡാൻസിംഗ് ഗേൾ. ഈ ശില്പത്തിന് ഏകദേശം 10.5 സെന്റിമീറ്റർ ഉയരമുണ്ട്. വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ ആഭരണങ്ങൾ മാത്രം അണിഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് തന്നെ അക്കാലത്തെ ജനങ്ങളുടെ സൗന്ദര്യബോധവും നൃത്ത സംസ്കാരവും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ചരിത്രപ്രേമികളെയും ലോകത്തെ പ്രമുഖ പുരാവസ്തു ഗവേഷകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിയ സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രതീകമായ ഡാൻസിംഗ് ഗേൾ എന്ന വെങ്കല ശില്പം വീണ്ടും ചർച്ചകളിൽ നിറയുമ്പോൾ ഒരു കുഞ്ഞു ശില്പം 2 രാജ്യങ്ങൾക്കിടയിലെ ഒരു സാംസ്കാരിക തർക്ക വിഷയം കൂടിയാണ്. 1926 ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ഏണസ്റ്റ് മക്കയാണ് ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ മോഹൻജദാരോയിലെ HR ഏരിയയിൽ നിന്നും ഈ ശില്പം ഖനനം ചെയ്തെടുത്തത്. തുടക്കത്തിൽ ലാഹോർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ ശില്പം പിന്നീട് ഡൽഹിയിലേക്ക് മാറ്റി. 1947 ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടപ്പോൾ കണ്ടെടുത്ത 12000-ഓളം പുരാവസ്തുക്കളും ഇരു രാജ്യങ്ങൾക്കിടയിലുമായി വീതം വെക്കേണ്ടി വന്നു. മാലകളിലെ മുത്തുകൾ വരെ എണ്ണിത്തിട്ടപ്പെടുത്തി തുല്യമായി ഭാഗിച്ച കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ശില്പങ്ങളുടെ കാര്യത്തിൽ ഒരു ധാരണയിലും എത്തി. പാകിസ്ഥാൻ പ്രശസ്തമായ പുരോഹിതരാജന്റെ ശില്പം ആവശ്യപ്പെടുകയും അത് അവർക്ക് ലഭിക്കുകയും ചെയ്തു. പകരം ഡാൻസിംഗ് ഗേൾ ശില്പം ഇന്ത്യയിൽ നിലനിർത്തി. ഔദ്യോഗികമായി പാക് സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും യൂറോപ്പിന് ലിയാനോ ഡവിഞ്ചിയുടെ മൊണാലിസ എങ്ങനെയാണോ അതുപോലെയാണ് പാകിസ്ഥാനി ഡാൻസിംഗ് ഗേൾ എന്ന് അവിടുത്തെ രാഷ്ട്രീയക്കാരും അഭിഭാഷകരും അവകാശപ്പെടുന്നുണ്ട്. 2016 ജാവേദ് ഇക്ബാൽ ജാഫേരി എന്ന പാകിസ്ഥാൻകാരൻ ഈ ശില്പം തിരികെ ലഭിക്കാനായി ലാഹോർ ഹൈക്കോടതിയെ സമീപിച്ചതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഹരിയാനയിലെ ഭിരാനയിൽ നിന്ന് കണ്ടെത്തിയ ചുവന്ന മൺപാത്ര കഷ്ണത്തിൽ ഈ ശില്പത്തിന് സമാനമായ ഒരു ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് അന്നത്തെ കരകൗശല വിദഗ്ധർക്ക് ഈ ശില്പത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്നുകൂടി തന്നെയാണ്. നഗ്നയായ ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ശില്പം അന്നത്തെ ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് സാങ്കേതിക വിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. ഇടത് കൈയിൽ 24 മുതൽ 25 വളകളും വലത് കൈയിൽ 4 വളകളും അണിഞ്ഞ് അരയിൽ കൈകുത്തി ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന. സിന്ധു നദീതട നിവാസികൾക്ക് ലോഹസങ്കരങ്ങൾ ഉണ്ടാക്കാനും നൃത്തം പോലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനും അറിവുണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ചരിത്രപ്രസിദ്ധമായ ഡാൻസിംഗ് ഗേൾ എന്ന ശില്പം നിലവിൽ ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്.